ചേർപ്പിൽ ഗുണ്ടാ സംഘത്തിന്റെ അറസ്റ്റിൽ നിർണായക വിവരങ്ങളുമായി പോലീസ്. പ്രതികൾ ശ്രമിച്ചത് കൊടകര മോഡൽ കുഴൽപ്പണവേട്ടയ്ക്കെന്ന് സംശയം. കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ചുള്ള തൊഴിലാളി സംഘടനകളുടെ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു, കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ സമാപിച്ചു. സംഘടനയുടെ കരുത്ത് തെളിയിച്ച് വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചേർപ്പിൽ ഗുണ്ടാ സംഘത്തിന്റെ അറസ്റ്റിൽ നിർണായക വിവരങ്ങളുമായി പോലീസ്. പ്രതികൾ ശ്രമിച്ചത് കൊടകര മോഡൽ കുഴൽപ്പണവേട്ടയ്ക്കെന്ന സംശയത്തിലാണ് പോലീസ്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് തൃശൂർ റൂറൽ പോലീസ് അന്വേഷണ സംഘം വിപുലപ്പെടുത്തി. ഹൈവേ റോബറിക്ക് വേണ്ടിയാണ് 34-അംഗ ഗുണ്ടാ സംഘം ഒത്തുചേർന്നതെന്നും പനംകുളത്തെ വീട്ടിൽ സംഘടിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ ടൈമിന് ലഭിച്ചു. മാരകായുധങ്ങളും കുരുമുളക്, മുളകുപൊടികളും പ്രതികളുടെ വാഹനത്തിൽ സൂക്ഷിച്ചത് കവർച്ച ലക്ഷ്യമിട്ടെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കൊടകര കുഴൽപ്പണ കേസ് പ്രതികളായ മാർട്ടിനും ഷാഹീനും അടക്കമുള്ള സംഘത്തെ മറ്റൊരാൾ നിയന്ത്രിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. 100-ലധികം കേസുകളിൽ പ്രതികളായ ഗുണ്ടാ സംഘം ലക്ഷ്യമിട്ടത് വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് 1-ലധികം കവർച്ചകൾക്കെന്നും സൂചനയുണ്ട്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് തൃശൂർ റൂറൽ പോലീസ് അന്വേഷണ സംഘം വിപുലപ്പെടുത്തി. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിമാർക്കൊപ്പം ഡാൻസ് ഓഫ് ഷാഡോ പോലീസ് അംഗങ്ങളെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. കരുവന്നൂർ പനംകുളത്ത് നിന്നാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഇവർ അറസ്റ്റിലായത്. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കുറ്റവാളികൾ പിറന്നാൾ ആഘോഷത്തിനെന്ന പേരിലാണ് ഒത്തുകൂടിയത്. മീഡിയ ടൈം, തൃശൂർ. കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ചുള്ള തൊഴിലാളി സംഘടനകളുടെ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു, കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ യാത്രക്കാർ വലഞ്ഞു. മിക്ക ജില്ലകളിലും KSRTC സർവീസ് നടത്തുന്നില്ല. വിവിധ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. KSRTC സ്വകാര്യ ബസ്സുകൾ ഒന്നും സർവീസ് നടത്തിയില്ല. ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തതോടെ യാത്രക്കാർ വലഞ്ഞു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. ആശുപത്രി, മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവ തുറന്ന് പ്രവർത്തിച്ചു. ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും മാള സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി നിരവധി ആളുകളെത്തി. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC, CITU അടക്കം 10 സംഘടനകൾ സംയുക്തമായാണ് രാജ്യവ്യാപകമായി പണിമുടക്കുന്നത്. ഇന്ന് രാത്രി 12 മണി വരെയാണ് സമരം. സംയുക്ത കർഷക മോർച്ചയും കർഷക തൊഴിലാളി സംഘടനകളും CPM, CPI അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ പണിമുടക്ക് ചാലക്കുടിയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും KSRTCയും സർവീസ് നടത്തിയില്ല. വ്യാപാര സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. ബാങ്കുകളുടെ പ്രവർത്തനവും നിലച്ചു. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില ഗണ്യമായി കുറഞ്ഞു. മെഡിക്കൽ ഷോപ്പുകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചത്. പണിമുടക്കിന്റെ ഭാഗമായി ചാലക്കുടിയിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനം നടത്തി. ആനമല ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സൗത്ത് ജംഗ്ഷൻ ചുറ്റി ട്രങ്ക് റോഡിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പൊതുയോഗം CITU ഏരിയ സെക്രട്ടറി EA ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു. K ബാബുരാജ് അധ്യക്ഷനായി. PS സന്തോഷ്, രജിത മോൾ, KM മഞ്ജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പണിമുടക്ക് കൊടുങ്ങല്ലൂരിലെ തീരമേഖലയിൽ ബന്ദിന് സമാനം. KSRTC സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ ടാക്സികൾ എന്നിവ സർവീസ് നടത്തിയില്ല. പാൽ, പത്രം, ആശുപത്രി തുടങ്ങിയ അവശ്യ സർവീസുകളെയും ശബരിമല തീർത്ഥാടകരെയും സമരം ബാധിച്ചില്ല. സർക്കാർ ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. തെക്കേനടയിലുള്ള പോസ്റ്റ് ഓഫീസ് അടപ്പിക്കാനുള്ള സമരക്കാരുടെ ശ്രമം പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചെങ്കിലും പിന്നീട് നേതാക്കന്മാർ ഇടപെട്ടതിനെ തുടർന്ന് പൂട്ടി. കോട്ടപ്പുറത്ത് വ്യാഴാഴ്ച ചന്ത മുടങ്ങി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കൊടുങ്ങല്ലൂർ മേഖലയിൽ പൂർണ്ണം. KSRTC സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ ടാക്സികൾ എന്നിവ സർവീസ് നടത്തിയില്ല. പണിമുടക്കിയവർ രാവിലെ നഗരത്തിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടത്തി. വടക്കേ നടയിലുള്ള വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം തെക്കേ നടയിൽ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധയോഗം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. PA അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി KM മുസ്താഖലി, PP സുഭാഷ്, KK വിജയൻ, KA വർഗീസ്, OC ജോസഫ്, KN രാമൻ, OP വിജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.
കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ സമാപിച്ചു. സംഘടനയുടെ കരുത്ത് തെളിയിച്ച് വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര തൃശൂർ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ സമ്മേളന ഗ്രൗണ്ടിലെത്തി സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ജില്ലയിലെ കേബിൾ ടി.വി. ഓപ്പറേറ്റർമാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സംഘടനയാണ് COA എന്ന് സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കയ്പമംഗലം MLA E.T. ടൈസൺ പറഞ്ഞു. മേഖലയിൽ സംഘടന നേരിടുന്ന നിരവധിയാർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും അതിനായി നിയമസഭയിലടക്കം ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്ക് 5000-ഓളം അംഗങ്ങളുള്ള 1000 കോടി രൂപയോളം നമ്മുടെ ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് നേരത്തെ നടത്തുന്ന കേരള വിഷൻ ബ്രോഡ്ബാൻഡിംഗ് എല്ലാം സംവിധാനത്തിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ സ്വരൂപിക്കുന്ന സംഖ്യയാണ്. അതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സംഘടനാപരമായിട്ടുള്ള ശക്തി ഈ പണത്തിൻ്റെ ഇതിൽ മാത്രമല്ല, നമ്മൾ നടത്തുന്ന സേവനവും അതിൽ വളരെ പ്രധാനമാണ്. നമ്മൾ മത്സരിക്കുന്ന ചെറിയ ആളുകളോടല്ലല്ലോ. നമ്മളൊരു ചെറിയ സംഘം പെട്ടെന്ന് ആലോചിച്ചാൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത്ര വലിയ അങ്ങനെ ഒരു പ്രാധാന്യം ആദ്യം കാണുമെന്ന് സംശയമാണ്. പക്ഷെ നമ്മൾ നടത്തുന്ന പ്രവർത്തനം, അതിൻ്റെ ആക്കം, അതിൻ്റെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സംഘം മാറുന്നു എന്നുള്ളത് എൻ്റെ പ്രത്യേകതയാണ്. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. COAയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സദാ ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഞ്ജുരാജ് മുഖ്യാതിഥിയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP തൃശൂർ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനത്തുപറമ്പിൽ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VP ബിജു, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി CG ജോസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P. ആന്റണി, സ്വാഗത സംഘം ജനറൽ കൺവീനർ K. ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക ചാനൽ പ്രതിഭാ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച വാർത്താ അവതരണത്തിന് കുന്നംകുളം CCTVയുടെ രമ്യ S. നായരും, മികച്ച പ്രോഗ്രാമിന് കുന്നംകുളം CCTVയുടെ തൊടിയിലെ ചെടികൾ എന്ന പരിപാടിയിലൂടെ KC ജോസും, മികച്ച റിപ്പോർട്ടർ ക്യാമറമാൻ പുരസ്കാരത്തിന് പെൺപാവക്കൂത്ത് എന്ന റിപ്പോർട്ടിലൂടെ അർഹനായ ചേലക്കര CCVയുടെ വിബിക്സും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സംഘടനയിലെ അംഗങ്ങളായ തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഗോപാലകൃഷ്ണൻ, കോർപ്പറേഷൻ കൗൺസിൽ ഷാജു കുണ്ടോളി, COA മേഖലാ പ്രസിഡന്റ് കൂടിയായ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PK വിജയൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ജോൺസൺ എന്നിവരെ ആദരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സംഘടനയുടെ കരുത്തു തെളിയിച്ച വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ സമ്മേളന ഗ്രൗണ്ടിലെത്തി സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. മീഡിയ ടൈം തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വെള്ളികുളങ്ങര ജനവാസ മേഖലയായ കട്ടിപ്പൊക്കത്ത് ബുധനാഴ്ച രാത്രി കാട്ടാനകൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു. കട്ടിപ്പൊക്കത്തെ പൂക്കാടൻ അബ്ദുവിന്റെ പറമ്പിലെ റബ്ബർ തൈകൾ, തെങ്ങ്, വാഴ തുടങ്ങിയ വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ രാത്രി 10:30യോടെയാണ് ആനകൾ ഇവിടെ എത്തിയത്. നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ഒച്ചയെടുത്തും രാത്രി 1 മണിയോടെ ആനകളെ തുരത്തി. ആഴ്ചകളായി ഈ പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. രാത്രിയായാൽ കാട്ടാനക്കൂട്ടത്തെ ഭയന്നു കഴിയുകയാണ് ഇവിടത്തെ കുടുംബങ്ങൾ. കൊമ്പിടിഞ്ഞാമാക്കൽ കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. പുത്തഞ്ചിറ ഫൊറാന വികാരി ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. 15-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ആളൂർ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ വിപിൻ വേരമ്പിലാവ് കാർമ്മികനാകും. ജോജു കോക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ ദിവ്യബലി നടക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, ബിഷപ്പ് പോളി കണ്ണുകാടൻ സമാപനാശീർവാദം നിർവഹിക്കും.
കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനം ഫെബ്രുവരി 15 ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച കുരിശുമുടിയിൽ കൊടിയേറ്റം നടക്കും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് തൃശൂർ അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായ വേലുപ്പാടം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നും പകരുന്ന ദീപം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കൊടകര, വല്ലപ്പാടി പള്ളികളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നു. ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ ദീപം ഏറ്റുവാങ്ങി നിലവിളക്ക് തെളിയിച്ച് 87ാമത് കുരിശുമുടി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. കുരിശുമുടിയിൽ തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് കനകമല തീർത്ഥാടന കേന്ദ്രം ഫാദർ ഡെയ്സൺ കവലക്കാട്ട്, ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്ത് പറമ്പിൽ, PRO ഷോജൻ ഡി വിധേയത്തിൽ, കൈക്കാരൻ ജോജു ചുള്ളി, കേന്ദ്രസമിതി പ്രസിഡന്റ് ബിജു കുയിലാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള NGO യൂണിയൻ ചാലക്കുടി ഏരിയ സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹംസ കണ്ണാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി VI സുധീർ, PK സുബ്രഹ്മണ്യൻ, RL സിന്ധു, V വിമോദ്, KM മഞ്ജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി KN ജീന, PA ഷഫീഖ്, PK സുബ്രഹ്മണ്യൻ, S നവീൻ, ശ്രീജകുമാർ, P അജയ്, KM നിസ എന്നിവരെ തെരഞ്ഞെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭ തെരുവ് നായകൾക്കുള്ള പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവെപ്പ് നടത്തി. കൊടുങ്ങല്ലൂർ ക്ഷേത്ര മൈതാനിയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഗിരീഷ് പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അംഗങ്ങളായ റസോജ ഹരിദാസ്, ലത ഉണ്ണികൃഷ്ണൻ, വാർഡ് കൗൺസിലർ ഗീത റാണി, കൗൺസിലർമാരായ EC അശോകൻ, ഷൈബി ജോസഫ്, D പ്രദീപ്, TS അംജിത്ത്, സിജിത്ത് പെട്ടിക്കാട്ടിൽ, ദീപ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 2 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് നഗരസഭ മാറ്റിവെച്ചിട്ടുള്ളത്. ഈ മാസം 26 വരെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ എല്ലാ തെരുവ് നായകൾക്കും പേവിഷബാധ പ്രതിരോധ കുത്തിവെപ്പ് നൽകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സാക്ഷരതാഘോഷത്തിന്റെ ഭാഗമായി ബ്ലൂ പേൾ FFPOയും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി സാമ്പത്തിക സാക്ഷരതാ സെമിനാർ സംഘടിപ്പിച്ചു. ബാങ്ക് കാർഷിക ലോണുകളിൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു സെമിനാർ. തൃശൂർ നബാർഡ് DGO സെബിൻ ആന്റണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സെമിനാറിന് ബ്ലൂ പേൾ FAPO ചെയർമാൻ മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ ബാങ്ക് കാർഷിക വായ്പകളുമായി ബന്ധപ്പെട്ട് കർഷകർ നേരിടുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ, പലിശ നിരക്കുകൾ, തിരിച്ചടവിലെ ബുദ്ധിമുട്ടുകൾ, സർക്കാർ പിന്തുണ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളിൽ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പിൽ ഗുണ്ടാ സംഘത്തിന്റെ അറസ്റ്റിൽ നിർണായക വിവരങ്ങളുമായി പോലീസ്. പ്രതികൾ ശ്രമിച്ചത് കൊടകര മോഡൽ കുഴൽപ്പണവേട്ടയ്ക്കെന്ന് സംശയം. കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ചുള്ള തൊഴിലാളി സംഘടനകളുടെ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ സമാപിച്ചു. സംഘടനയുടെ കരുത്ത് തെളിയിച്ച് വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.